30 മുതലാണോ? 30 മുതലാന്ന് തോന്നുന്നു. ഇനി 30 ഗാന്ധീവം അതാന്ന് തോന്നുന്നു. അതാ എടുക്കാൻ തോന്നിയ പ്രശ്നാവും. അതുവരെ എടുത്തു. ഗാന്ധീവം സംസദേ ഹസ്താദ് ത്വക്ചൈവ പരിദിഹ്യതേ ന ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. ഭഗവത്ഗീതയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണിത്. അർജുനൻ ഇവരെയൊക്കെ കണ്ടു. ഇനി അർജുനൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് വ്യാസഭഗവാൻ പറഞ്ഞു തരുന്നത്. അർജുനൻ പറയുന്നു, ഗാന്ധീവം സംസദേ, ഗാന്ധീവം അർജുനന്റെ ആയുധം, സംസദേ ഇളകുന്നു, വിറയ്ക്കുന്നു. എവിടെ നിന്ന്? ഹസ്താദ് കയ്യിൽ നിന്നും. കയ്യിൽ വിറയ്ക്കുന്നു, കയ്യിൽ നിന്ന് വിറയ്ക്കുന്നു. ത്വക്ക് ച ഏവ ത്വക്ചൈവ, ചർമ്മമാകട്ടെ തൊലിയാകട്ടെ, പരിദിഹ്യതേ ചുട്ടുപൊള്ളുന്നു. ന ശക്കനോമി എനിക്ക് പറ്റുന്നില്ല, അവസ്ഥാതും നേരെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഭ്രമതി ഇവ ഭ്രമതീവ ചുറ്റിക്കറങ്ങുന്നു, വട്ടം കറങ്ങണു, തല കറങ്ങണു. ച മേ മനഃ എന്റെ മനസ്സ് വട്ടം കറങ്ങുന്നു. ഇത് കണ്ടിട്ട് അർജുനനുണ്ടായ ശാരീരിക മാനസിക ലക്ഷണങ്ങള്, പ്രശ്നങ്ങള്, എന്ത് ചെയ്യേണ്ടു എന്നറിയില്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിക്കുണ്ടാവുന്ന ശാരീരിക പല മാനസിക ശാരീരിക ലക്ഷണങ്ങളും പ്രശ്നങ്ങളുമാണത്. ആയുധം കയ്യിൽ നിന്ന് വഴുതി പോകുന്നു, ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നുന്നു, എന്റെ മനസ്സ് വട്ടം കറങ്ങുന്നു, എനിക്ക് നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. ഇതിന് ആങ്സൈറ്റി ന്യൂറോസിന്റെ ഉത്കണ്ഠാരോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയാറുണ്ട്. ഇനി അർജുന് ഉത്കണ്ഠാരോഗം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല എന്ന് പറയാനുള്ള ഇത് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പം ഇവിടെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് അർജുന് സംഭവിച്ചത്. ഒന്ന്, ഒരു ക്ഷത്രിയന്റെ ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ആയുധമാണ്. ആ ആയുധം പിടിക്കുന്നതിൽ ആയുധം അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുക എന്ന് പറഞ്ഞാൽ അവന്റെ ക്ഷത്രിയത്വം പോയി എന്നർത്ഥം. ഒരു ക്ഷത്രിയനെ ധീരനാക്കുന്നത്, വീരനാക്കുന്നത്, ശൂരനാക്കുന്നവന്റെ അവന്റെ മനോനിലയാണ്. ആ മനോനിലയുടെ പ്രകടനമാണ് അവൻ ആയുധം എന്തുന്നത്. ഏതാണോ ഒരു ക്ഷത്രിയനെ ക്ഷത്രിയനാക്കുന്നത് അതാണ് അവൻ നഷ്ടപ്പെട്ടത്. ഇനി മുമ്പ് പറഞ്ഞു രോമഹർഷശ്ചജായതേ. അത് വെച്ച് ആചാര്യന്മാര് പറയും ഈ ആങ്സൈറ്റി ഡിസീസിന് അല്ലെ ആങ്സൈറ്റി ന്യൂറോസിന് ഒരിക്കലും രോമഹർഷം ഉണ്ടാവാറില്ല എന്ന് പറയും. ഇവിടെ അതുള്ളത് കൊണ്ടാണ് ഇത് ആങ്സൈറ്റി ന്യൂറോസിസ് ഒന്നും അല്ല സംഭവിച്ചത്. അതെന്താന്ന് പറയണ്ട, കാരണം അതിനുള്ള ചികിത്സയല്ല ഭഗവാൻ കൊടുത്തത്. ഭഗവാന്റെ ചികിത്സ ഏൽക്കുകയും ചെയ്തു. അപ്പൊ രോഗം എന്താ ഡയഗ്നോസ് ചെയ്ത് കറക്റ്റ് ആയിരുന്നുണ്ടല്ലോ നമുക്ക് എടുക്കാൻ. അപ്പം പിന്നെ ബാക്കിയുള്ള ശരീര ലക്ഷണങ്ങളെല്ലാം ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ വളരെയേറെ ഉള്ള ആൾക്കൊക്കെ സംഭവിക്കുന്നതാണ്. തൊണ്ട വരണ്ടു പോവുക, മുഖഞ്ച പരിശുഷ്യതി എന്നൊക്കെ നമ്മൾ മുൻ ശ്ലോകങ്ങളിൽ കണ്ടു. ഇവിടെ ആയുധം പോലും കയ്യിൽ ഇട്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഇനി എന്താ? എന്റെ മനസ്സും വട്ടം കറങ്ങുന്നു. ഇവിടെ ജ്ഞാനേശ്വരൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജ്ഞാനേശ്വരൻ ഉദാഹരണം പറഞ്ഞാണ്. ഇവിടെ ജ്ഞാനേശ്വരൻ പറയുകയാണ്, ശ്രീപരമേശ്വരനെ യുദ്ധത്തിൽ ജയിച്ച് പാശുപതാസ്ത്രം നേടിയ ആളാണ്. അതായത് വജ്ര സമാനമായ ഹൃദയമാണ് ഇപ്പൊ അർജുനുള്ളത്, ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്തായി?
വെണ്ണ പോലെ ആർദ്രമായി. അതെങ്ങനെ അങ്ങനെ സംഭവിക്കുക? ജ്ഞാനേശ്വരൻ പറയുന്നു, എത്ര കഠിനമായ മരമാണെങ്കിലും ഈട്ടി, അതാണല്ലോ കട്ടിയുള്ള മരമായിട്ട് പറയപ്പെടുന്നതിൽ ഒന്ന്, ഒരു വണ്ട് വിചാരിച്ചാൽ അത് തുളയിട്ട് അപ്പുറം കിടക്കാൻ പറ്റും. താമര പൂവ് എത്ര മൃദുലമാണ്. പക്ഷെ ആ താമരപ്പൂവിന്റെ അകത്ത് ഒരു വണ്ട് പെട്ടതാ. വണ്ടിന്റെ ആ കൊമ്പ് കൊണ്ട് അതിന് തുളയ്ക്കാനൊന്നും ഇല്ല. അത് ഈ മരം തുളയ്ക്കുന്ന വണ്ടിന് എന്തുകൊണ്ട് താമര തുളയ്ക്കാൻ പറ്റുന്നില്ല? അവിടെ മൂപ്പര് അതിന്റെ തേനൊക്കെ കുടിച്ച് ഊർജം പോയി. ഊർജം മറ്റൊരു തരത്തില. ഊർജം എന്താ? ആ തുളയ്ക്കാനുള്ള ഊർജം കൂടെ പോയി, മധുമത്തമനായി. ഇവിടെ ഈ ഞാൻ എൻ്റെ എന്നുള്ള ആ സ്വാർത്ഥത, അല്ലെങ്കിൽ എൻ്റെ ആളുകള് എന്നുള്ള ചിന്ത അർജുനല്ലേ വീര്യത്തെ, ധർമ്മബോധത്തെ എന്താക്കി കളഞ്ഞു? തണുപ്പിച്ചു കളഞ്ഞു. അതിന്റെ അടുത്ത ലക്ഷണമാണ് ദുർബലത. അപ്പം ഈ എത്ര ശക്തനാണെങ്കിലും ധാർമ്മികതയുടെ പിൻബലമില്ലെങ്കിൽ അവൻ ദുർബലനായി പോകും. ദുർബലത സ്നേഹമെന്ന് ബാഹ്യമായി തോന്നിയാലും അത് സ്നേഹമല്ല, ദുരിതങ്ങളെ വിതയ്ക്കുള്ളൂ. ഈ ദുർബലതയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്. അവൻ എത്ര പ്രാവശ്യം കരഞ്ഞു പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഞാൻ മൊബൈല് മേടിച്ചു കൊടുത്തു. പലപ്പോഴും അരുതാത്തത് പലപ്പോഴും കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പേരിലാണ്. ചോക്ലേറ്റ് വാങ്ങി കൊടുക്കുന്നു. ചോക്ലേറ്റ് വാങ്ങി കൊടുക്കുന്നത് നല്ലതല്ലെന്നറിയാം, കാരണം പല്ലുകളെയും അതിൻ്റെ എന്തൊക്കെ ചേർക്കണമെന്നറിയില്ല. ഈ വല്ലപ്പോഴും കഴിക്കണ ഉദ്ദേശമല്ല കേട്ടോ. ചോക്ലേറ്റ് തന്നെ ഇഷ്ടമായ കുഞ്ഞുങ്ങളുണ്ട്. കുറെ കരയുമ്പോ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ സങ്കടം വരും. ഒരെണ്ണം മേടിച്ച് കൊടുക്കടാ, പിന്നെ ഒരെണ്ണം കഴിച്ചാലാണോ? അത് ദുർബലതയാണത്. സ്നേഹമായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്ന് അറിയണം. അത് രാവിലെ പഠിച്ച് ശീലിക്കുന്ന ഒരു കുട്ടി കുറച്ച് തണുപ്പല്ലേ, കുറച്ചേരം ഉറങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആ കുട്ടിയില് ഒരു മടിയെ വളർത്താൻ നമ്മൾ സഹായിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ പ്രേരിപ്പിക്കേണ്ടതിനെ കുറിച്ചാ. എന്ന് വെച്ചപ്പോ ഒരു രാത്രി മുഴുവൻ ഉറക്കമുളച്ച ഒരു കുട്ടി വന്ന് രാവിലെ അത് ചിട്ടയാക്കാൻ വേണ്ടി രാവിലെ കുത്തി എണീപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. ഇതൊക്കെ അതാതിന്റെ രീതിയിൽ മനസ്സായിക്കൊള്ളണം. അപ്പോ ഇവിടെ പലപ്പോഴും നമ്മുടെ സ്നേഹം ദുർബലത പലപ്പോഴും നമ്മൾ സ്നേഹമായിട്ട് വ്യാഖ്യാനിക്കും. ഈ അർജുനൻ ചെയ്യാൻ പോകുന്നത് മുഴുവൻ അതാണ്. കാരണം എന്താണ്? അപ്പൊ ഏറ്റവും പ്രബലമായ വജ്രസമാനമായ മനസ്സുപോലും ദുർബലമായി പോകുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനേശ്വരൻ പറയും, അതാണ് മായയുടെ വൈഭവം. അറിഞ്ഞിട്ടും ആ അറിവിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. മായാവൈഭവമാണ്. മദ്യം കഴിച്ചാൽ കരള് പോവും, സമ്പത്ത് പോകും. ഗുരുദേവന്റെ ഭാഷ പറഞ്ഞാൽ കുടിക്കണവൻ നാറും, വിൽക്കണവൻ നാറും, കുടുംബവും നാറും. ഈ നാറ്റ അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? അത് തരുന്ന 5-8 മിനിറ്റ് നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഇനി നോക്കുമ്പോൾ ഈ ഗാന്ധീവം സംസദേ ഹസ്വാദ് എന്ന് പറഞ്ഞല്ലോ. ഗാന്ധീവത്തെ പറ്റിയൊരു മഹാഭാരതത്തിൽ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ വർണ്ണപ്രകാരം ഗാന്ധീവത്തിന് ഒരു പനയുടെ വലിപ്പമുണ്ട്. എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൃഹന്നളയായി ഇരിക്കുമ്പോൾ ഉത്തരന്റെ കൂട്ടത്തിൽ വിരാട രാജ്യത്തെ പശുക്കളെ മോഷ്ടിക്കാനായിട്ട് കൗരവന്മാര് വരുമ്പോൾ അവരെ തുരത്താൻ പോകുമ്പോൾ ശമീക വൃക്ഷത്തിന്റെ മുകളിൽ കയറി ആയുധങ്ങൾ താഴെയെടുത്ത് ഗാന്ധീവം കാണിക്കുമ്പോൾ ഗാന്ധീവ്യത്തെ കുറിച്ച് അർജുനൻ പറയുന്ന സന്ദർഭത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്. മഹാഭാരതീയായിട്ട് ഭാഗം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പൊ എന്താ? ഇത് സ്വർണം പൊതിഞ്ഞതാണ്. ഈ പനയുടെ വലിപ്പമുള്ള സാധനം സ്വർണ്ണമാണ് പൊതിയണെങ്കിലും ലോഹാണ്, ഭാരം ഉണ്ടെന്ന് അറിഞ്ഞോളണം. ഇപ്പൊ സ്വർണ്ണാന്നും പറഞ്ഞുകൊണ്ട് 1/2 കിലോയുടെ 2 കമ്മലുണ്ടാക്കി കാത് തൂത്തന്നിരിക്കും. കാത് മുറിഞ്ഞ് താഴെ വീഴും. കാരണം കിലോ തന്നെയാണേ. സ്വർണ്ണം ഉണ്ടെന്നെ കനം കുറയും. അപ്പൊ സ്വർണം പൊതിയുമ്പോ അതിന്റെ ഭാരം നോക്കുക. 10,000 ആയുധങ്ങളുടെ ശക്തിയുണ്ട് ഇതിന്.
ഇത് ബ്രഹ്മാവ് 1000 വർഷം ഉപയോഗിച്ച ആയുധമാണ്. പ്രജാപതിയുടെ കയ്യിൽ 503 വർഷം ഇരുന്നു. ഇന്ദ്രൻ 85 വർഷം ഉപയോഗിച്ചു. ചന്ദ്രദേവൻ 500 വർഷം ഉപയോഗിച്ചു. വരുണൻ 100 വർഷം ഉപയോഗിച്ചു. ഈ ആയുധമാണ് വരുണൻ ഗാണ്ഡവവന ഗാണ്ഡവവന ദഹനത്തിന് വേണ്ടി അർജുനന് കൊടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ച് ആവശ്യം വരുന്നു. അപ്പൊ ഈ ഗാന്ധീവത്തിന്റെ ഹിസ്റ്ററി ഇതാണ്. ആ ഗാന്ധീവം എടുത്ത് എന്താ ധനുരുദ്യമ പാണ്ഡവ നമ്മൾ കണ്ടു അല്ലെ? ആ ഗാന്ധീവം എടുത്തു കുലയേറ്റിയ അർജുനനാണ്. അപ്പൊ അത്രയായിരിക്കും ആ മസിൽ പവർ. അതാണ് കയ്യിൽ നിന്ന് വീണത്. ഏതുപോലെ താമരത്തണ്ട് തുളയ്ക്കാൻ പറ്റാത്ത വണ്ടിനെ പോലെ ശക്തനാണെങ്കിലും എന്തായി കഴിഞ്ഞിരിക്കുന്നു? ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ദുർബലനായ അർജുനന്റെ വാക്കുകളാണ് ഇനി വരുന്നത്. ഇത് തന്നെയല്ലേ നമുക്ക് സംഭവിക്കണേന്ന് ആലോചിച്ചോളണം. എന്താണ്? നമ്മൾക്ക് ഒരു ഇഷ്ടം തോന്നിയാൽ നമ്മുടെ മമതയെ ബാധിക്കുന്ന ഒന്ന്, നമ്മുടെ കുടുംബാവട്ടെ, മക്കളാവട്ടെ, മരുമക്കളാവട്ടെ, ധനമാകട്ടെ, പൊസിഷനാകട്ടെ, ആ നമ്മൾക്ക് നമ്മുടെ മനസാക്ഷി അത് ന്യായമല്ല എന്ന് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് നമ്മൾ ധർമ്മത്തിന്റെ മേലങ്കി ഇടിക്കും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, അവനവനെ തന്നെ ബോധ്യപ്പെടുത്താനാ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞത് ശരിയാണ്, പിന്നെ അവനെന്തിനാ ആലോചിക്കണേ? എനിക്കാ കുറച്ചാ പോരെ. അല്ലാതെ ഉറപ്പില്ല. ഉറപ്പുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തിനും വീഴ്ചയുണ്ടും നീ ഒന്ന് പറഞ്ഞ് ഇതെങ്ങനെ പറയണെങ്ങനെയാ? അതങ്ങനെയല്ലേ, അതിങ്ങനെയല്ലേ, അത് അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കണോടാ. ഈ ടി വിയിലൊക്കെ ചിലപ്പോൾ ചർച്ച വരുമ്പോൾ ചിലര് അതങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയല്ലേ, ഇങ്ങോട്ട് ചോദ്യം ചോദിക്കണം. അങ്ങനെയാണെന്നല്ല പറയണ്ടേ. എവനെ ഉറപ്പില്ല. ഇപ്പൊ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുക. അത് ഉറപ്പില്ലാത്തോണ്ടാ. നോക്കൂ ഇനി അടുത്ത ശ്ലോകം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നജ ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ. നിമിത്താനി, നിമിത്തങ്ങൾ, ലക്ഷണങ്ങൾ, ച പശ്യാമി, ഞാൻ കാണുന്നു. വിപരീതാനി കേശവ, അല്ലയോ കേശവ. കേശവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. സുപ്രീം ലോർഡ് എന്നർത്ഥം വരും. ഓൾമൈറ്റി. എന്താണ്? നിമിത്താനി വിപരീതാനി പശ്യാമി, വിപരീതങ്ങളായ നിമിത്തങ്ങളെ ഞാൻ കാണുന്നു. കേറി വന്നപ്പോ ഒന്നും കണ്ടില്ല. ഇപ്പൊ എങ്ങനെയാ ഒരേ കാര്യം നേരെ എതിരായിട്ട് കാണണേ? കാണുന്നത് കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. ഇങ്ങോട്ട് വരുമ്പോഴധികം പ്രസന്ന ചിത്തനായിരുന്നു. വെട്ടിപ്പെടുത്ത് ഈ രാജ്യത്തെ തിരിച്ചു മേടിയെടുക്കാനുള്ള ആ ക്ഷാത്രവീര്യത്തോടു കൂടിയാ വന്നത്. ഇപ്പൊ എന്ത് പറ്റി? സ്വന്തക്കാരെ ബന്ധുക്കാരെയും കണ്ടു. ഇത് സ്വന്തക്കാരാണെന്ന് തോന്നി, ബന്ധുക്കാരാണെന്ന് തോന്നി. ആ തോന്നൽ വന്നപ്പോഴത്തേ മനസ്സിന് നിറം മാറി. മനസ്സിന്റെ നിറത്തിലൂടെ നമ്മൾ ഒരാളെ കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു 5 വർഷം മുമ്പ് ഒരാളെ കണ്ട് വഴക്കുണ്ടാക്കി. 5 വർഷം കഴിഞ്ഞിട്ട് അവനെ കാണുകയാണ്, ചിരിച്ചു. പെട്ടെന്ന് ഓർത്തെ അന്ന് അവനോട് വഴക്കൂടിയാണല്ലോ. പിന്നെയെന്ന് ഓർക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയാവും. എന്നിട്ട് 5 വർഷം മുമ്പ് എന്നോട് 2 വർത്താനം പറഞ്ഞ് പോയനാ മതി, ചിരിച്ചു കാണിക്കുന്നു. അപ്പൊ എന്തായി? 5 വർഷത്തെ കണ്ണട എടുത്ത ഉടൻ തന്നെ മനസ്സിന്റെ മുകളിലിട്ട് ആ മനസ്സിൽ കൂടെ കണ്ടത്. അതായത് പൂർവ സംസ്കാരത്തിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത് എന്ന് നമ്മൾ അറിഞ്ഞാൽ നോട്ടം മാറ്റാൻ പറ്റും. ഇതൊക്കെ ആചാര്യന്മാര് പറഞ്ഞ ഞാൻ അങ്ങനെ പറയാട്ടോ. ഇത് ഞാൻ അങ്ങനെയാണോ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ എന്തായി മൈക്കിന്റെ ജോലി ചെയ്യാന്ന് വിചാരിച്ചാ മതി. അവിടെ എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഇനി പറയണേ. അവൻ നമ്മളോടൊരു പണി കൊടുത്താണ് ഇപ്പൊ വന്ന് ചിരിച്ചു കാട്ടണല്ലേ. അപ്പൊ ഉള്ളിരുന്ന് പറയും, എടാ അന്നത്തെ അവൻ പോയില്ലേ, നീയും പോയില്ലേ, നീ നരച്ചില്ലേ, അവനും നരച്ചില്ലേ, അവനതൊക്കെ മറന്നു, നീ മറന്നില്ലല്ലോ. നമ്മൾ ഈ കാഴ്ചയാണ് നമ്മുടെ കുടുംബത്തിൽ സ്വൈര്യക്കേട് ഉണ്ടാക്കണത്, നാട്ടിൽ സ്വൈര്യക്കേട് ഉണ്ടാക്കണത്.
നമ്മൾ ഈ സ്വർഗത്തിൽ പോയിട്ട് സൂചിക്കാനും നല്ലത് പഠിക്കണം. ഇപ്പൊ ഇവിടെ ഈ നിമിഷം, വേൻസ് അവിടെ വാക്കാണ്, ഇവിടെ ഇപ്പോഴും ഈ നിമിഷം സന്തോഷിക്കാൻ പറ്റണം. എവിടെ നിന്ന് കിട്ടും? നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാ മതി എന്ന് പറയുന്നു. അതാണല്ലോ പാട്. അത് പാടാ തിരിച്ചറിഞ്ഞാ മതി. അപ്പൊ എന്താണ്? നമ്മൾ കുറച്ച് മര്യാദക്കാരനാവും. എന്താണ്? ഇപ്പൊ നമ്മള് ഭാര്യ പറഞ്ഞ കേൾക്കണില്ല, മക്കള് പറഞ്ഞ കേൾക്കണില്ല, അപ്പൊ സ്വയം ആയിരിക്കണം. അപ്പൊ അത് കഴിഞ്ഞ 60 വർഷമായിട്ട് ഞാൻ എന്നെ നന്നാക്കാൻ നോക്കിയിട്ട് നന്നാവണില്ല, ഇനിയാണ് അവര് നന്നാവണേ എന്ന് നമുക്ക് ഉള്ളിൽ ഓർക്കുമ്പോ ഒരു ചിരി വരുമല്ലോ. അപ്പൊ എന്തായി? ഈ കാഴ്ചപ്പാട് മാറ്റിയപ്പോ ഇപ്പൊ അർജുനൻ കാണുമ്പോൾ വിപരീതാനി കേശവ, ഇത് ഇങ്ങോട്ട് വലിയ ഹാപ്പി ആയിട്ട് വന്ന ആളാണേ. ഇപ്പൊ വിപരീതങ്ങൾ മനസ്സ് മാറി. ഇനി അടുത്തെന്താ? നച ശ്രേയ അനുപശ്യാമി, ഞാനിവിടെ നന്മയൊന്നും കാണുന്നില്ലല്ലോ. ശ്രേയ എന്ന് പറഞ്ഞാൽ ഉന്നതിയിലേക്കുള്ള വഴി എന്നർത്ഥം. നമുക്ക് 2-ാം അധ്യായത്തിൽ വിവരിക്കാം എന്താണ് ശ്രേയസ് പ്രേയസ് എന്നുള്ളത്. കഠോപനിഷത്തിൽ ആ ഇത് നചികേതസ് യമനോട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ശ്രേയസ് എന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായും ഒക്കെയുള്ള മുന്നേറ്റം, നിവൃത്തിയുടെ മാർഗം. അതായത് ഈ ഭൗതിക ജീവിതത്തിൽ ജീവിച്ചാലും ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയുടെ പേരാണ് ശ്രേയസ്. ആ ശ്രേയസിന്റെ മാർഗം ഞാൻ ഒന്നും കാണുന്നില്ല. എന്താ? ഹത്വാ, കൊന്നാൽ. ആരെ? സ്വജനം ആഹവേ. കണ്ടോ? സ്വജനം. നേരത്തെ പറഞ്ഞെന്താ? ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവ എന്ന് കുറച്ച് 2-3 മിനിറ്റ് മുമ്പ് പറഞ്ഞ ആളാണ്. ആ ദുഷ്ടബുദ്ധിയായ ധാർത്തരാഷ്ട്രന് പ്രിയം ചെയ്യുവാൻ ഇച്ഛിച്ചു വന്നിരിക്കുന്നവരെ എനിക്കൊന്ന് കാണണം ഭഗവാനെ, തേരുകൊണ്ടേ നിർത്തിക്കേ. ഇത് പറഞ്ഞ അർജുനാണ്. ഇപ്പൊ അർജുനൻ കാണുന്നേ ദുർബുദ്ധിയായ ഇദ്ദേഹത്തെ അല്ല കാണുന്നേ, സ്വജനത്തെയാണ് കാണുന്നത്. ആകവേ യുദ്ധത്തിൽ ഇവരെ കൊന്നിട്ട് ഞാനൊരു മേന്മയും ഒരു നന്മയും കാണുന്നില്ല. മാത്രല്ല അങ്ങനപ്പത്തേക്ക് ജ്യോത്സ്യന്റെ അടുത്ത് പോയി. നിമിത്താനി വൈശ്യാമി. പലപ്പോഴും നമ്മൾ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നത് ഒരു ദുർബലതയുടെ കൂടി ഭാഗമായിട്ടാണ്. ദുർബലയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ കൂടി ചേർത്താട്ടോ ഉണ്ട്. അവിടെ പോണവരൊക്കെ ദുർബലരാന്ന് പറയരുത്. ഇപ്പൊ സമയം കുറിക്കാൻ പോണു, മുഹൂർത്തം നോക്കാൻ പോണു, അടുത്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഗ്രഹത്തിന്റെ ആനുകൂല്യമൊക്കെ നോക്കാൻ പോണു. അവിടെ കുറച്ച് ആൾക്കാരെ അങ്ങനെ പോകുന്നുള്ളൂ. പലരും ചെയ്യേണ്ട ഭഗവാൻ ഈ ദുരന്തം ഒന്ന് മാറി കിട്ടണമെന്ന് അറിയാനാ പോണേ. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോ വ്യാഴം 8-ലാണ് അല്ലെങ്കിൽ 12-ലാണ്, ശനി അഷ്ടമത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊക്കെ പറയുമ്പോ നമ്മളൊന്ന് വരട്ടിയിട്ട് പരിഹാരമുണ്ട്. അപ്പൊ ഒരു ഇത് 12 ദിവസം ചെയ്യൂ, 5 ദിവസം ചെയ്യൂ, വിഷ്ണുസ്വാമം ചോദിക്കൂ. അപ്പോഴായി അവിടെ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളുടെ ഭയത്തെ, നമ്മുടെ ദുർബലതയെ കൊണ്ട് നമ്മൾ ഹോമിക്കുക ചെയ്യുന്നത് ഒരു സർട്ടൻ എക്സ്റ്റെന്റ് നല്ലതാണ്. ഇനി നമുക്കൊന്ന് മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ജ്യോത്സ്യം നമ്മുടെ പ്രശ്നം മാറ്റുന്നുണ്ടോ? ഇല്ല. ജ്യോത്സ്യം നമ്മോട് പറയണ എന്താ? ക്ഷേത്രത്തിൽ പോകൂ, ഈശ്വരകാര്യം ചെയ്യൂ. ഇതാണല്ലോ ചുരുക്കത്തിൽ പറഞ്ഞാല്. സുദർശനോമം ചെയ്യൂ, അല്ലെ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്കാര്യങ്ങൾ ചെയ്യൂ, ഈശ്വരനെ ഭജിക്കൂ, ഈശ്വരൻ എല്ലാം മാറ്റിത്തരും. ഇതിനാണല്ലോ ഹോമമൊക്കെ നടത്തുന്നത്. ഹോമം അല്ലല്ലോ മാറ്റുന്നത്, ഹോമത്തിലൂടെ ഉണ്ടായ ഈശ്വര കൃപയാണ് ഇത് മാറ്റുന്നത്. എന്നാ പിന്നെ എപ്പോഴും ഭഗവത് നിഷ്ഠമായ ഒരു ജീവിതം നയിച്ച പിന്നെ ഈ ജ്യോത്സ്യന്റെ അടുത്ത് പോകേണ്ട അവസ്ഥ വരുമോ? ചിന്തിക്കാൻ പറഞ്ഞതാണ്. ഒരിക്കലും ജ്യോത്സ്യൻ തെറ്റാണെന്നോ ജ്യോത്സ്യന്റെ അടുത്ത് പോകണ്ട എന്നല്ല പറഞ്ഞത്. പോകുന്നതും അറിയുന്നതും നല്ലതാണ്. പക്ഷേ ഇപ്പോൾ നാം അധികവും പോകുന്നത് ഈ ഭയത്തെ മറികടക്കാനാണ്. അതാണ് ഭഗവാൻ ഒരിക്കല് ബാബ കത്ത് വാങ്ങലൊക്കെ നിർത്തുക എന്ന് പറഞ്ഞപ്പം ഒരു അധ്യാപകൻ പറഞ്ഞു, സ്വാമി അങ്ങനെ ചെയ്യരുത്, സ്റ്റുഡൻസിന്റെ എങ്കിലും കത്ത് വാങ്ങണം. എന്തിനാന്ന് ചോദിച്ചു. അല്ല, അവർക്ക് വല്ല എമർജൻസി വന്ന സ്വാമി അറിയിക്കണ്ടേ? സ്വാമി പറഞ്ഞു, എന്റെ ഭക്തന് ഒരിക്കലും എമർജൻസി വരില്ല. പകച്ചുന്ന അധ്യാപകനു, എമർജൻസിക്ക് മുമ്പേ ഞാൻ അവന്റെ അടുത്ത് എത്തിയിരിക്കും. അപ്പൊ എന്റെ ഭക്തന് ഒരിക്കലും എമർജൻസി വരില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമുക്ക് എപ്പോഴാ എമർജൻസി വരിക?
സഹായിക്കാൻ ആളില്ലാത്തപ്പോ അപ്പോഴല്ലേ അടിയന്തര ഘട്ടങ്ങൾ വരെ. ഇപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ മേല, ഇരിക്കാൻ മേല, അത് പ്രായമുള്ള ഒരു കുഞ്ഞെന്ന് വെച്ചുള്ളൂ, 3-4 മാസം അല്ലെ 5-8 മാസം പ്രായമുള്ള കുട്ടിക്ക്. ആ കുട്ടിക്ക് എമർജൻസിയേ ഇല്ല, കാരണം അവൻ ഫുൾ ഡേ അമ്മയുടെ ഒക്കത്തെ ഇരിക്കണേ. ഈസ് ഹൈലി പ്രൊട്ടക്റ്റഡ്. ഇനി അമ്മയില്ലാന്ന് വെക്കട്ടെ, നമ്മൾ ആ കുട്ടിയെ കാണണമെങ്കിൽ എന്നാ പറഞ്ഞ, ഇവന്റെ തള്ള എവിടെ കൊണ്ടിട്ടിട്ട് പോയി എന്ന് വെച്ചാൽ നമ്മൾ അതിനെ കൊണ്ട് കൊടുക്കും. നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? നമുക്ക് നടക്കാൻ പറ്റുമോ? നമുക്ക് ഇരിക്കാൻ പറ്റുമോ? നല്ല ഉദാഹരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പ്രഭാഷണം നടക്കുകയാണ്, ഒരു പിച്ച വെക്കുന്ന കുട്ടി അതിലൂടെ അന്നേരം ആ മുമ്പിലൂടെ പ്രഭാഷണന്റെ വേദി കൂടെ നടക്കുകയാണ്. ഈ ആൾക്കാർ മുഴുവൻ നോക്കണേ ആരെയായിരിക്കും? പ്രഭാഷണമാണോ നോക്കണേ, ഈ കുഞ്ഞിനെയാണോ നോക്കണേ? സാക്ഷാത് ഈശ്വരൻ അവിടെ വന്നാൽ നമ്മൾ ഈ കുഞ്ഞിനെ നോക്കണം. അപ്പൊ വേക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ആയി മുന്നോട്ട് വീഴുവോ എന്ന് വെച്ചിട്ട് ആണ് യോഗക്ഷേമം. യോഗക്ഷേമം മഹാമ്യകം എന്ന് പറയുന്നത് ഞാൻ ഒരൊറ്റ മിനിറ്റ് ഇട്ടുണ്ടോ, ഒരു അത്യാവശ്യ കോൾ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ വരാം. യോഗക്ഷേമം കേൾക്കാലോ അല്ലേ? ആ, അപ്പൊ യോഗക്ഷേമോടെ നടക്കാൻ പോകണം. എന്താണ്? ആ കുട്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഇനി 9ാം അധ്യായത്തിൽ പഠിക്കുന്നത്, ആ കുട്ടി ഇങ്ങനെ നടക്കുമ്പോ ആ അവിടെ ഇരിക്കുന്ന എല്ലാവരിലുമുള്ള ഈശ്വര ശക്തി ഉണരുവാണ്. ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണം, ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണം. അതങ്ങനെ വീണ ഈ മുമ്പിരിക്കണവരൊക്കെ ആഞ്ഞങ്ങോട്ട് എഴുന്നേക്കും, ഒരാളെങ്കിലും ഓടിച്ചത് എടുക്കുകയും ചെയ്യും. എന്നിട്ട് ചീത്ത മുഴുവൻ പറഞ്ഞ കുഞ്ഞിനെയല്ല, ഇതിനെ വിട്ട അച്ഛനും അമ്മയായിരിക്കും. കിട്ടിയ അവർക്കിട്ട് ഇടിയും കൊടുക്കും. എന്താണ്? ആ കുഞ്ഞ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. ആരാൽ? ഈശ്വരനാൽ. ഈശ്വരനിലൂടെ പ്രവർത്തിക്കുന്നു. ആ അവിടെ നിൽക്കുന്ന സകലിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുന്നു. ഇനി നോക്കൂ, ഒരു 5 വയസ്സായ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിലോ കണ്ടോണ്ടിരിക്കണേ, ഈ മൂശേട്ട എന്തോ നീ കാണിക്കണേന്ന് ചോദിക്കും. കാരണം എന്താ? അവന് ആ യോഗക്ഷേമത്തിന്റെ ആവശ്യകത അത്ര അവിടെ ഇല്ല. അവനിൽ ഈഗോ വളർന്നു, അവന് വകതിരിവ് വന്നു, അതിലൂടെ നടക്കാൻ മേല എന്നുള്ള അറിവുണ്ടവന്. എന്നിട്ടോ നടക്കുമ്പോൾ നമ്മളിൽ അവിടെ ആ ഭാവമല്ല. വേണേ ചെന്ന് ചെവിക്ക് പിടിച്ച് തിരിപ്പ് കൊടുത്ത് അവിടെ എങ്ങനെ പോയി ഇരിക്കടാന്ന് പറയും. അതേ നടപ്പ് കിടന്ന പിച്ച വയ്ക്കുന്ന കുഞ്ഞിനോട് അതല്ല പ്രതികരണം. അപ്പൊ ഇത് തിരിച്ചറിയാം. അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഈ ജോത്സ്യനപ്പോൾ പറയുന്ന ആ യോഗക്ഷേമ ശക്തി നമുക്കുള്ളപ്പം, ഭഗവാന്റെ കൂടെ നമുക്ക് അതിൽ ഉറപ്പുണ്ട് എങ്കിൽ നമ്മൾക്ക് എന്തിനാ വേറെ അടുത്ത് പോകണം? അതാണ് സ്വാമി പറഞ്ഞേ, എന്റെ ഭക്തന് അടിയന്തര ഘട്ടങ്ങൾ വരില്ല. കാരണം എന്താ? അവൻ അടിയന്തര ഘട്ടം വരുന്നതിന് മുമ്പ് ഞാൻ അവന്റെ മുമ്പിലുണ്ട്. ഒരു ചൊല്ലുണ്ട്, വിശക്കുന്നതിന് 20 മിനിറ്റിന് മുമ്പ് നിനക്കുള്ള ഭക്ഷണം തയ്യാറാണ്. ആ കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ഭക്ഷണം വയ്ക്കുപോലും വേണ്ട. ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് നോക്കുവാണ്, ഇന്നൊന്ന് നോക്കട്ടെ. സിൻസിയറായിട്ടിരുന്ന് നടക്കും കേട്ടോ. ഇതൊക്കെ ആചാര്യന്മാർ ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോവും. നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെയാണല്ലോ പലരും ഈ ഈശ്വര പുരുഷന്മാരെ ഈശ്വരനാണെന്നുള്ള തെളിവ് പരീക്ഷിക്കാനൊക്കെ അവനാ ആത്മാർത്ഥമായിട്ടാണ് ഭഗവാന്റെ യോഗക്ഷമ ശക്തി തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈശ്വരൻ വ്യക്തമാക്കി കൊടുക്കുമെന്ന് യാതൊരു സംശയമില്ല കാര്യത്തില്. 100 അനുഭവങ്ങളാണ് ഓരോ ആചാര്യന്മാരുടെയും കഥകളിലൂടെ നമുക്ക് അത് തിരിച്ചറിയാനുള്ളത്, നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഇവിടെ
അർജുനന് എന്ത് ചെയ്യും? യുദ്ധം വേണ്ട തോന്നി, സ്വന്തക്കാരെ കൊല്ലലോ തോന്നി. അപ്പോഴെന്തായി? ചിന്തകൾ മുഴുവനും അതിനനുസരിച്ചായി. ഭഗവാനെ, എനിക്ക് ഇത് വിഷമായി, ഇനി പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട്, അങ്ങനെ പറയാൻ ബോധപൂർവം അല്ലെങ്കിലും മനസ്സനുവദിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ വീഴ്ചകൾക്ക് നമ്മളൊരു മേലം കീഴിക്കും. അതാണ് അർജുനൻ ഇപ്പോൾ തത്വത്തിന്റെ അതുകൊണ്ട് ആദ്യത്തേത് പറഞ്ഞത്, ഹത്വ ന ശ്രേയഹ അനുപശ്യാമി. ഞാൻ ശ്രേയസ് കാണുന്നില്ല ഭഗവാനെ. ഏതില്? ഈ യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ മേന്മ കാണുന്നില്ല, ഐശ്വര്യം കാണുന്നില്ല. വൈ? അർജുനൻ പറയണു, നകാക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈ ജീവിതേന വാ. നാ ഇല്ല. എന്താ? കാക്ഷേ ആഗ്രഹിക്കുന്നില്ല. എന്തോന്ന്? വിജയം. ഹേ കൃഷ്ണ, അല്ലയോ ഭഗവാനെ, എനിക്ക് വിജയിക്കണ്ട, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ച രാജ്യം സുഖാനീച്ച, എനിക്ക് രാജ്യവും വേണ്ട, എനിക്ക് സുഖവും വേണ്ട, രാജ്യ ഭോഗങ്ങൾ എനിക്ക് വേണ്ട. കിം എന്താണ്? നഹ ഞങ്ങൾക്ക് രാജ്യേന ഗോവിന്ദ, ഈ രാജ്യം കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഭഗവാന്റെ പ്രയോജനം? കിം ഭോഗൈഹി, ഭോഗൈഹി കിം, ഈ ഭോഗങ്ങൾ കൊണ്ട്, ഈ സുഖഭോഗങ്ങൾ കൊണ്ട്, അങ്ങനെയുള്ള ജീവിതം കൊണ്ട്, ജീവിതേന സുഖഭോഗങ്ങൾ നിറഞ്ഞ ജീവിതത്തെ കൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം? ആലോചിച്ച് നോക്കൂ. ചില കേൾക്കുമ്പോൾ എന്ത് രസാണ്. പിന്നെ എന്തിനാ യുദ്ധത്തിനുള്ള ഈ കാഹളം മുഴുക്കിക്കൊണ്ട് ഇത്രയും കാലം നടന്നത്? അർജുനന് ഭഗവാന് വേണ്ടിയിട്ടാണ് യുദ്ധത്തിന്. ഇപ്പൊ വാദി പ്രതിയായ അവസ്ഥയാണേ. അല്ലയോ കൃഷ്ണ, എനിക്ക് വിജയം വേണ്ട, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് സുഖം വേണ്ട. നമ്മൾ പറയല്ലേ, എനിക്ക് യാതൊന്നും വേണ്ട, ഒന്ന് സ്വൈര്യമായിട്ടിരുന്നാ മതി എന്ന് പറയില്ലേ? യാതൊന്നും വേണ്ട എന്ന് പറയുന്നത് വേണ്ടാത്തത് കൊണ്ടല്ല, മറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടണം. സകല ചർച്ചയും കഴിഞ്ഞിട്ടാണ് യുദ്ധരംഗത്തിൽ അവരെത്തിയത്. വിജയത്തിനാണ് വിജയൻ കൊതിച്ചത്, അർജുനൻ കൊതിച്ചത്. അതിനുവേണ്ടി ലോകത്തുള്ള സകല രാജാക്കന്മാരെയും പറഞ്ഞിളക്കി തന്റെ പക്ഷത്ത് നിർത്തിയിട്ടുണ്ട്. പുതിയൊരു ലോക ക്രമീകരണത്തിന് വേണ്ടി. അങ്ങനെയാണല്ലോ 7 അക്ഷൗഹിണികൾ, 100 കണക്കിന് രാജാക്കന്മാർ ഇപ്പറയും അപ്പുറം രാജാക്കന്മാർ അപ്പുറയുണ്ട്. എന്നിട്ട് അവരുടെ പടകളോടുകൂടി യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. എന്നിട്ട് അർജുനൻ എന്താ? സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തു, തീരുമാനം എടുത്തു. ഞാനിപ്പോ യുദ്ധം ചെയ്യണം, ഈ രാജാക്കന്മാരോട് ഇനി എന്ത് പറയും? ചിന്തിച്ചു നോക്കൂ. ആ സ്വാർത്ഥത വന്നപ്പോഴത്തേക്കും എല്ലാ അതിർവരമ്പുകളും അർജുന് വിട്ടുപോയി. അർജുനെ പറയുമ്പോ ശരിയല്ലേ അദ്ദേഹം പറയണത്, സത്യമല്ലേ എന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ ഇത് മനസ്സിന്റെ വിക്രിയകളാണ്. ഭഗവാൻ എന്താ ചെയ്തത്? എല്ലാം പുറത്തു വരട്ടെ. ഇവന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ അഹം, മമത, സ്വാർത്ഥതകളെല്ലാം പുറത്തു വരട്ടെ. കാരണം ഇത് അർജുനന് പോലും അറിയില്ല, തന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദുർബലതയുള്ളവരും ഇതൊരു സാധകന്റെ അവസ്ഥയാണ്. നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം ഇതുപോലെയുള്ള സ്വാർത്ഥതയും അധമ ചിന്തകളും ഉണ്ട് എന്ന് നമ്മൾ പോലും തിരിച്ചറിയുന്നത് ഒരു മഹാത്മാവിന്റെ സന്നിധിയിലാണ്. ചിന്മയാൻ സ്വാമി പറയാറുണ്ട്, രമണ ഭഗവാനെ കണ്ടപ്പോഴാണ് എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം എന്നെനിക്ക് തോന്നി. ഇത് മഹാത്മാക്കളെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവരൊരു നോട്ടം നമ്മുടെ കണ്ണേലേക്ക് നോക്കിയാൽ മതി, നമ്മളൊന്ന് ചൂളിപ്പോവും. ഇപ്പൊ എന്താ ചൂളി? നമ്മൾ എന്നെ ഉടുപ്പ് നന്നായിട്ട് ഇട്ടിട്ടില്ലേ? നമ്മൾ എന്നെ കുറ്റം വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്താ ചൂടുന്നത്? നമ്മുടെ ഉള്ളിൽ ഈ പതിഞ്ഞിരിക്കുന്ന ഈ പാറ്റയും പെരിച്ചാഴിയും പെരുമ്പാമ്പിനെയൊക്കെ അവര് കണ്ടു. അവര് കണ്ടത് നമ്മുടെ അന്തരാത്മാവിന് മനസ്സിലായി. നമ്മൾ വിവസ്ത്രനായി എന്നർത്ഥം. ഇവിടെ വിവസ്ത്രത ഈ ഉടുപ്പൂരിലല്ല വിവസ്ത്രത, നമ്മൾ ഉള്ളിൽ ഒത്തിരി ഉടുപ്പിട്ടിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെ ഉടുപ്പിട്ടിട്ടുണ്ട്. ആ അറിഞ്ഞു ഉടുപ്പിടുന്നവരാണെന്ന് രാഷ്ട്രീയ രംഗത്ത് ഷൈൻ ചെയ്യുന്നവർ മുഴുവനും അല്ലേ? നല്ല ചിരിക്കലും. അവരെന്താ പറയണേ? അവരെപ്പോഴും എന്താ പറയണത്? കാരുണ്യം, സ്നേഹം, നന്മ ഒക്കെയാണ് അവരെപ്പോഴും പറയണേ. ഏതെങ്കിലും കാരുണ്യം പറയാത്തൊരു രാഷ്ട്രീയക്കാരനുണ്ടോ?
സ്നേഹം പറയാത്ത രാഷ്ട്രീയക്കാരുണ്ടോ? പാവപ്പെട്ടവനോർത്ത് കരയാത്ത രാഷ്ട്രീയക്കാരുണ്ടോ? ഇത്രയും കാലം കരഞ്ഞിട്ട് വല്ലോന്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാനുള്ള എന്തെങ്കിലും ഏർപ്പാട് അവൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? എന്ന് ഇവനൊക്കെ പട്ടിണിയാണോ? ഇതൊക്കെ പത്രത്തിൽ നിന്ന് വാർത്ത വെച്ചാ പറയണേ. എന്ന് ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് വീട്ടിൽ വല്ലതും ഉണ്ടായിരുന്നോ? അതും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലൊന്നുമല്ലേ 4 തെങ്ങുണ്ടായിരുന്നു, 4 നാളികേരം കിട്ടുമായിരുന്നു. നാളികേരെങ്കിലും കാശ് കൊടുത്ത് മേടിക്കേണ്ടത് വീട്ടിലൊക്കെ ജനിച്ചവരായിരിക്കും നമ്മള്. മറ്റൊരു പാവം നാളികേരം പോയിട്ട് കാന്താരിമുള് പോലും മേടിക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പൊ സകല സമൃദ്ധിയുണ്ട്. നല്ല കാര്യം കേട്ടോ, എല്ലാവർക്കും അങ്ങനെ വരട്ടെ. എന്നിട്ട് കരയണേ പാവങ്ങളുടെ ഇതൊക്കെ ഓർത്തിട്ട്. അല്ല, കനത്ത അങ്കിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ നമ്മുടെ മനസ്സിൽ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അത് നമ്മൾ 16-ാം അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നതാണ്. ആസുരി സമ്പത്തും ദൈവീ സമ്പത്തും. ഈ ആസുരി സമ്പത്താണ് നമ്മളെ പ്രതികൂലമായിട്ട് ഓടിക്കുന്നത്. ദൈവീ സമ്പത്താണ് നമുക്ക് ശാന്തിയിലേക്ക് നയിക്കുന്നത്, അല്ലെ ഈശ്വരിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ജോലിയാണ് എന്ത്? ഈ ആസുരി സമ്പത്തിനെ വളർത്തുക എന്നുള്ളത്. ആസുരി സമ്പത്ത് വളർന്ന സ്വാഭാവികമായിട്ടും മറ്റേ സമ്പത്ത് പൊക്കോളും. മറ്റേ സമ്പത്ത് വളർന്ന ഈ സമ്പത്ത് പോവും. അത് രമണ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ചീത്തൊന്നും കളയാൻ നോക്കണ്ട. അതെന്തൊരു നല്ല എളുപ്പമല്ലേ, നമുക്കൊരു സമാധാനമില്ലേ കേട്ടപ്പം. അദ്ദേഹം പറഞ്ഞ വഴി എന്നറിയോ? കിഴക്കോട്ട് പോകാതിരിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. പടിഞ്ഞാറത്തേക്ക് നടന്നാൽ മതി. പടിഞ്ഞാറ്റോട്ട് നീ കിഴക്കോട്ട് പോകണ്ട എന്ന് പറയില്ല ആചാര്യൻ, നീ പടിഞ്ഞാട്ട് നടക്കൂ എന്നാ പറയണേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കിഴക്കൻ തന്നെ അകന്നു പോകും. അതുപോലെ നീ നിന്റെ ഉള്ളിലെ കൊനഷ്ടവും ചിന്തയും അസൂയൊന്നും കളയണ്ട. പിന്നെന്താ? ഒരു ദിവസം ഒരു രാവിലെയും വൈകുന്നേരം ഓരോ മണിക്കൂർ നാമം ജപിച്ചോളൂ. പറ്റുമ്പോ അമ്പലത്തൊക്കെ പൊക്കോളൂ. എല്ലാ ദിവസവും 3-4 പേര് രാമായണം വായിച്ചോളൂ. പറ്റുന്ന ആൾക്കാർ ചിരിച്ചുകൊണ്ട് വർത്താനം പറയൂ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ എന്താണ് വളരുന്നത്? ഈ ദൈവീ സമ്പത്ത് വളരുകയും ആസുരി സമ്പത്ത് സ്വാഭാവികമായിട്ട് അടങ്ങിപ്പോവും. നെഗറ്റീവ് പറയണ ഒരു സമ്പ്രദായവും നമ്മുടെ ആചാര്യന്മാർ നമ്മോട് പറഞ്ഞു തന്നിട്ടില്ല എന്ന് സാരം. ഇനി അർജുന്റെ അടുത്ത വാദഗതി നോക്കൂ. യേഷാമർത്ഥേ കാക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാൻ തെക്വാ ധനാനി ച. ഇതൊന്നും ഗീതയല്ലാട്ടോ. ഭഗവത്ഗീത എന്ന് പറഞ്ഞ് കോട്ട് ചെയ്യേണ്ടത് മുഴുവൻ 2-ാം അധ്യായം 11-ാമത്തെ ശ്ലോകങ്ങളെ പറയാവുള്ളൂ. അതിനു മുമ്പുള്ള ഗീതാ പുസ്തകത്തിൽ അതിൽ ഗീതയുടെ അഭിപ്രായമില്ല. ഇത് മുഴുവൻ പാവം മനപ്രയാസം വന്ന അർജുനന്റെ വാക്കുകളാണ്. ചിലർ അർജുനന്റെ വാക്ക് ഗീതയിൽ ഇങ്ങനെ പറയുന്നു, പക്ഷെ ഗീതയല്ല പറയേണ്ടത്, അർജുനൻ പറയുകയാണ്. ഗീതന് പറയാൻ കൂടിയുള്ളൂ. എവിടെ? 2-ാം അധ്യായം 11-ാം ശ്ലോകം പോലെ ഗീത പറയണുള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞുള്ളൂ. യേഷാ, ആർക്ക് വേണ്ടിയിട്ടാണോ? അർത്ഥേ, ആർക്ക് വേണ്ടിയിട്ടാണോ? കാക്ഷിതം, ആഗ്രഹിച്ചത്. എന്ത്? നോ എന്നുള്ള പിരിക്കുമ്പോ നഹ, ഞങ്ങള്, അല്ലെ നമ്മള് എന്താഗ്രഹിച്ചു? രാജ്യം ഭോഗാഹ സുഖാനി, രാജ്യത്തെ ആഗ്രഹിച്ചു, സുഖത്തെ ആഗ്രഹിച്ചു, ഭോഗത്തെ ആഗ്രഹിച്ചു. അവര് തം ഇമേ അവസ്ഥിത, അവരെ കൂടെ ഒന്ന് നിൽക്കണത് എന്തിന്? യുദ്ധേ, യുദ്ധത്തിൽ. എന്തിന്? പ്രാണാൻ തെക്ത, മരിക്കാൻ തയ്യാറായിട്ട്. എന്തിന്? ധനാനീച്ച, പണവും ആയുസ്സും ഒടുക്കാൻ വേണ്ടി അവര് തയ്യാറായി വന്ന് നിൽക്കണു. പെട്ടെന്ന് മനസ്സിലാക്കി തരാം. വീട്ടിൽ അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. മകൻ വന്നിട്ട് കഴിക്കാതിരിക്കുക. മകൻ എവിടെയെങ്കിലും ജോലിക്ക് വിട്ട് എന്താ കുറച്ചു കാലം കൂടി വരുന്ന മകനെ നോക്കിയിട്ട് അപ്പൊ തീർച്ചയായിട്ടും അമ്മ ഒന്നിച്ച് കഴിക്കാനായിട്ട് കാത്തിരിക്കും. അമ്മയുടെ നോവ് ഇവന് ഇപ്പൊ മനസ്സിലാവില്ല. അതുകൊണ്ട് മൂപ്പര് വന്നു പറയും, അമ്മ എന്ത് ഇരിക്കണേ? എടാ നീ കഴിച്ചില്ലല്ലോ. അയ്യോ അമ്മയെ ഞാൻ മറ്റവന്റെ വീട്ടിൽ പറയാണ്ട് അവിടെ നിർബന്ധിച്ചപ്പോ കഴിച്ചു. ഈ അമ്മ കഴിച്ചിട്ട് കിടന്നു. അപ്പൊ അമ്മ ഒരു, എന്റെ മക്കളെ പിന്നെ എന്തിനാടാ ഞാനിത് ഉണ്ടാക്കിയേ? അമ്മ ഇത് ഉണ്ടാക്കി അമ്മയ്ക്ക് കഴിക്കാനല്ല, ഇവൻ കഴിക്കണ കണ്ട് ആനന്ദിച്ച് കഴിക്കാൻ അമ്മയ്ക്ക്. കുട്ടിയെ കുറ്റം പറഞ്ഞു അമ്മ ഇത് പറഞ്ഞല്ല, നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ വീട്ടില് പ്രത്യേകിച്ച് അമ്മമാര്, അച്ഛന്മാരും അങ്ങനെയാണ്, എന്നാലും അമ്മമാർക്കാണല്ലോ കൂടുതൽ വരിക. അവർ എന്തുണ്ടാക്കുമ്പോഴും അത് അനുഭവിക്കുന്ന വ്യക്തിയുടെ ആനന്ദമാണ് അവരുടെ ഉള്ളിലുള്ളത്.
ഒരു ഉടുപ്പ് മേടിച്ചുകൊണ്ടിരുമ്പോ, ഒരു ചെരുപ്പ് മേടിച്ചുകൊണ്ടിരുമ്പോഴോ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ, എന്ത് ചെയ്യുമ്പോഴും ഇത് സ്വീകരിക്കുന്ന എന്റെ കുഞ്ഞ്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഭർത്താവ്, ആരും ആവട്ടെ, ആരും അത് വാങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദം കൂടി ഒരു ആഹാരമാണ്. അവർക്ക് ഇത് വേണ്ടെങ്കിലാണ് ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട് അത് കഷ്ടപ്പെട്ടത്, ഞാൻ ആർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത്. അല്ലെങ്കിൽ ഒരു അച്ഛൻ ലോൺ എടുക്കണു, എന്തിനു വേണ്ടിയിട്ടാ? ഈ കനത്ത ലോണും പേര് വീടൊക്കെ ഉണ്ടാക്കുന്ന അച്ഛൻ, അച്ഛന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, കുടുംബത്തിന് ജീവിക്കാനാ. ആരോട് വെച്ചിട്ട് അച്ഛൻ ലോൺ എടുത്തതെന്ന് വെച്ചാൽ അച്ഛൻ വരുന്ന എന്നെ നമുക്ക് തല്ലിക്കൊന്നേക്കാൻ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞു വളരെ ക്ലിയർ ആയി തോന്നുന്നു. അർജുനൻ ചോദിക്കുന്നതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യണത്? രാജ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, ഭോഗത്തിന് വേണ്ടി. ഭോഗം എന്ന് പറഞ്ഞാൽ ലൗകിക സുഖങ്ങളല്ല. അപ്പൊ എന്റെ ബന്ധുക്കൾക്ക്, എന്റെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ ഈ പാഞ്ചാലിയുടെ 5 പിള്ളേർക്കും ഇവർക്ക് 5 ഏട്ടനിയന്മാർക്കും വേണ്ടിയിട്ടല്ലല്ലോ, ജ്ഞാതികൾക്ക്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഞാന്, എന്റെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ കുടുംബമായിട്ട് ഇരിക്കണ ഭാര്യ, മക്കള്, അതുകൂടി തീർന്നു ഇല്ലല്ലോ. അതിനോട് ബന്ധപ്പെട്ട് ബന്ധുക്കള്, ഇരുപക്ഷത്തെയും ബന്ധുക്കള്, അവരുടെ കൂട്ടുകാര്, ഈ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ ചുറ്റിപ്പറ്റി എപ്പോഴും 10-25 പേരുണ്ട്, അടുത്തില്ലെങ്കിലും ഉണ്ടെങ്കിലും. അല്ലെ വാട്സാപ്പിലൊക്കെ എന്തോന്നാ എന്ത് കുടുംബ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കണേ, എന്നിട്ട് ആ കാര്യം ഈ കാര്യമൊക്കെ നമ്മൾ പറയണത്. ആ ചേരുന്ന ഒരു കുടുംബത്തിലൊരു അംഗമാണ് ഞാൻ. ഇവരുടെ എല്ലാം സുഖമാണ് എന്റെ സുഖം. അല്ലെങ്കിൽ എവിടെ കിടക്കുന്ന എന്റെ ചേട്ടന്റെ കുഞ്ഞിന് തലവേദന ഉണ്ടാകുമ്പോൾ ഞാൻ അസ്വസ്ഥമാവണം എന്താണ്? അവരുടെ സുഖം എനിക്ക് എങ്ങനെ സുഖം തരുന്നത്? അർജുൻ പറഞ്ഞ ശരിയാണ്. എന്താണ്? ഇവർക്കൊക്കെ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണേ, അവര് മരിക്കാൻ വന്ന് നിൽക്കുക. അവരെല്ലാം കൊന്നൊടുക്കി കഴിഞ്ഞിട്ട് ഈ രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം? ആണ് എന്തുകൊണ്ട് ഞാൻ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം അർജുനൻ ഭഗവാനോട് സ്ഥാപിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് സ്വകാര്യമായിട്ട് അർജുനോട് ചോദിക്കാം, അല്ലേ ഈ ഭഗവാൻ ഇതൊന്നും അറിയില്ലേ? ഈ അപ്പുറം നിൽക്കുന്ന സ്വന്തക്കാരാണ്, ബന്ധുക്കാരെന്നൊക്കെ അറിയില്ലേ? ആരോടെ പറയണ അദ്ദേഹം? ഇനി ബ്രാക്കറ്റിൽ ഒന്ന് ചിന്തിക്കുക, എഴുതുമ്പല്ലേ ബ്രാക്കറ്റ് ഇടാൻ പറ്റുള്ളൂ. ഇനി വരാൻ പോകുന്ന കാലത്ത് 10-32 വർഷം കഴിഞ്ഞ്, യുദ്ധം കഴിഞ്ഞ് 10-32 വർഷം കഴിയുമ്പോൾ യദുകുലം മുടിക്കുന്ന കൃഷ്ണനെ കാണാം നമുക്ക്. അപ്പം ഇത് ഏഷാമർത്തെ കാക്ഷിതന്നോ എന്ന് ഭഗവാൻ കരഞ്ഞില്ല. യവനൊക്കെ അധർമ്മയാണ്. ഈ വള്ളം ചവിട്ടി താത്തന വഴി ദ്വാരക കടലിലേക്ക് ഒരു ചവിട്ട് കൊടുത്തിട്ടാ ഭഗവാൻ പോയെ. ഭഗവാന് സ്വന്തമായിട്ടുള്ള ധർമ്മം മാത്രം. ആര് ധർമ്മത്തിന്റെ കൂടെ ഉണ്ടോ അവരൊക്കെ ഭഗവാന്റെ സ്വന്തം. ആര് ധർമ്മത്തിന്റെ കൂടെ ഇല്ലയോ അവരൊക്കെ ഭഗവാന്റെ എതിർപക്ഷത്ത്. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. മകനായാലും മകളായാലും കുടുംബാണെങ്കിലും ആരാണെങ്കിലും ധർമ്മപക്ഷത്തിലൂടെ നമ്മൾ പോകണം. അവരെ ധർമ്മപക്ഷത്ത് ചേർക്കാൻ ശ്രമിക്കണം. അവർ ധർമ്മപക്ഷത്തില്ല എങ്കിൽ ഉപദ്രവിക്കണ്ട, ഉള്ളാലെ അവരെ വിട്ടു നിൽക്കാൻ പഠിച്ചില്ല എങ്കിൽ ഈ ചിന്ത ചിതയായി മാറും, ദഹിക്കുന്നുണ്ട്. ആചാര്യ പിതര പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാ ശുശുരാ പുത്രാഃ ശ്യാലാ സംബന്ധിനസ്തഥാ. അർജുനൻ വിവരിക്കുകയാണ് ഭഗവാനോട്. ആചാര്യാഃ, ആചാര്യന്മാര് നിൽക്കുന്നു, പിതരഃ, പിതാക്കന്മാര് നിൽക്കുന്നു, പുത്രാഃ, പുത്രന്മാര് നിൽക്കുന്നു, തഥാ ഏവ ച പിതാമഹാഃ, അതുപോലെ തന്നെ മുത്തശ്ശന്മാര് നിൽക്കുന്നു, മാതുലാഹ, അമ്മാവന്മാരെ കണ്ടില്ലേ ഭഗവാന്, ശുശുരാഹ, ഭാര്യാപിതാക്കന്മാരെ കണ്ടില്ലേ, പൗത്രാഹ, മക്കളുടെ മക്കളെ കണ്ടില്ലേ, ശ്യാലാഹ, ഭാര്യയുടെ സഹോദരന്മാരെ കണ്ടില്ലേ, സംബന്ധിനഹ, സംബന്ധത്തിലുള്ള മറ്റുള്ളവരെയൊക്കെ കണ്ടില്ലേ ഭഗവാനെ? പറഞ്ഞ എല്ലാവരെയും കാണുന്നു. ആ രീതിയിലേക്ക് മനസ്സ് വളർന്നു. ഈ വിഷാദമുള്ളതാണ് പ്രശ്നം, അല്ലെങ്കിൽ വലിയൊരു മനസ്സാ. ഇപ്പൊ കാണുന്നത് പാണ്ഡവപക്ഷത്തെ മാത്രമല്ല, യുദ്ധം ചെയ്യാൻ വന്ന കൗരവപക്ഷത്തെ ആൾക്കാരും, ഇതൊക്കെ എന്റെ ചേട്ടന്റെ അച്ഛന്റെ മകന്റെ മകളാണല്ലോ, അവരുടെ ഭാര്യയാണല്ലോ ഇങ്ങോട്ട് കിട്ടി, ഇവന്റെ കുട്ടിയാണോ അങ്ങോട്ട് കിട്ടിയത്, നമ്മുടെ മോന്റെ മോളെ ഭാര്യയുടെ അച്ഛനല്ലേ ആ നിക്കണേ. ഈ ഒരു മനോനില എനിക്ക് വന്നു കഴിഞ്ഞിരിക്കണു. ഏതാൻ നഹന്തുമിച്ഛാമി ഘ്രതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഏതോഃ കിം നു മഹീകൃതേ. ഏതാൻ ഇവരെ നഹന്തും
കൊല്ലാൻ ഇച്ഛാമി, കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെയൊക്കെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഘ്നതഹ അഭി മധുസൂദന, ഘ്നതഹ അഭി, കൊല്ലപ്പെട്ടാ പോലും, എന്നെ അവര് കൊല്ലാൻ വന്നാൽ പോലും ഞാനിപ്പോ അവരെ കൊല്ലാൻ പോവില്ല. ഈ ടുക്ക് ഡിസിഷൻ, തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എടുക്കാവോ? നാട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ചുകൂട്ടി യുദ്ധം ഉറപ്പിച്ച് കളിക്കളത്തിൽ ചെന്ന് സംഗതി തുടങ്ങാൻ നേരത്തെ എല്ലാവരോടും ആലോചിച്ചിട്ട് തീരുമാനവും പിൻവലിക്കാൻ. ഇവിടെ നാളെ നടക്കണെന്ന് ആലോചിച്ച് നോക്കൂ. ഘ്നതഹ അഭി മധുസൂദന, കൊല്ലപ്പെട്ടാൽ പോലും ഹേ മധുസൂദന, ഒന്ന് കൊള്ളിച്ച് വിളിച്ചാന്നാ പറഞ്ഞേ. മധുകടവന്മാരെ വധിച്ചവനെ. അവിടെയൊക്കെ കൃഷ്ണ എന്നൊക്കെ വിളിച്ച, മാധവാന്ന് വിളിച്ച മധുസൂദന. അതിൻ്റെ അകത്തൊരു ആചാര്യന്മാർ അവരുടെ ബുദ്ധിക്കനുസരിച്ച് അതിൻ്റെ അകത്തൊരു കുത്തുണ്ട്. എന്താ പറയുക, ഭഗവാനെ അങ്ങ് കൊന്നത് മധുകിടവന്മാരെയാ, ശത്രുക്കളെ കൊന്നത്. അത് ന്യായമാണ്. ഇവിടെ ഞാൻ കൊല്ലാൻ പോണില്ലല്ലോ സ്വന്തക്കാരെ ബന്ധുക്കാരെ, അത് അങ്ങേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നർത്ഥം. ഇതൊന്നും ഗീതയിലില്ല, വ്യാഖ്യാനം പറയാണ്. ഇനി യഥാ അവീ ത്രൈലോക്യ രാജ്യസ്യ, ഈ 3 ലോകങ്ങൾ കിട്ടിയാലും, ഇതിപ്പോ ഈ ഇവിടെ ആകപ്പാട് ഈ അസ്നപുരത്തിന് വേണ്ടിയല്ലേ ഈ തമ്മിൽ ഉണ്ടാക്കണേ. ഈ ത്രിലോകങ്ങൾ തന്നാലും ഹേതോഹോ, ത്രിലോകങ്ങൾക്ക് വേണ്ടി പോലും കിം, ഞാൻ യുദ്ധം ചെയ്യില്ല. പിന്നെയാണ് കിംനു വഹീകൃതേ, ഈ തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്യുവോ? പറ്റില്ല ഭഗവാനെ. മനസ്സിലായല്ലോ? അപ്പം ഭഗവാൻ അർജുനന്റെ ബാലൻസ് മനസ്സിന്റെ ഇതില് പോയി, ഞാൻ കൊല്ലപ്പെട്ടാൽ പോലും ഞാൻ കൊല്ലില്ല, ത്രിലോകങ്ങൾ കിട്ടിയാലും ഞാൻ യുദ്ധം ചെയ്യില്ല, പിന്നെയാണോ ഈ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുന്നത്? ഇവിടെ ശ്രദ്ധിച്ചോളണം, ഭഗവരക്ഷണം മിണ്ടല്ല, നീ പറയണ്ടൊക്കെ പറ. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കുറെ നേരം കഴിയില്ലേ, നിങ്ങൾ എന്നാ മിണ്ടാത്ത ചോദിക്കില്ലേ? മിണ്ടാനൊന്നും ഇല്ലാത്തോണ്ടാണ്. ഭാര്യ ഭർത്താവ് വിളിക്കും, നിങ്ങളെന്തൊരു മനുഷ്യനെ കല്ല് പോലെ ഇരിക്കണം എങ്ങനെയാ? ഭർത്താവ് തിരിച്ചു, കുറെ നേരമായാലോ ഞാൻ വായിട്ടെടുക്കണു, മൂങ്ങ പോലെ ഇരിക്കണേ, അദ്ദേഹം ഇവിടെ മൂങ്ങയുടെ വീട്ടിലേക്ക് ചോദിക്കും. കാരണം ഈ ചോദിച്ച ഉത്തരം നമ്മൾ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടാത്തോണ്ടാണേ. കാരണം നമുക്ക് നമ്മുടെ ന്യായത്തില് ബലമില്ല, അതുകൊണ്ടാണ്. ഇനി പറയണേനെങ്ങാനും എതിര് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തലയിരിഞ്ഞേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ഈ അധ്യായത്തിലൂടെ നമ്മുടെ മനോനിലയെ ഭഗവാൻ വിശകലനം ചെയ്ത് കാണിച്ചു തരണം. നമ്മൾ ബോധ്യപ്പെടുമെന്ന് നോക്കുക. നിഹത്യദാർത്ഥരാഷ്ടാന്നഃ കാ പ്രീതി സ്യാദ് ജനാർദ്ദന, പാപമേവാശ്രയേതസ്മാത് ഹത്വൈതാനാദദായിനഃ. നിഹത്യ, കൊന്നിട്ട്, വധിച്ചിട്ട്, ധാർത്തരാഷ്ട്രന്മാരെ, ധൃതരാഷ്ട്രപുത്രന്മാരെ, കാ പ്രീതിഹി, എന്ത് സന്തോഷ ഭഗവാനെ, സ്യാത് ധാർത്തരാഷ്ട്ര നഹ നഹ, ഞങ്ങൾക്ക് ഈ ധാർത്തരാഷ്ട്രന്മാരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഭഗവാനെ സന്തോഷം ഉണ്ടാവാൻ പോണേ? സ്യാത്, ഉണ്ടാകുക. ഹേ ജനാർദ്ദന, അല്ലയോ ജനാർദ്ദന, അല്ലയോ ഭഗവാനെ, ജനങ്ങളെ അർദ്ദിക്കുന്നവനെ, മെരുക്കുന്നവനെ, ഈ ധാർത്തരാഷ്ട്രന്മാരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖമാണ് ഉണ്ടാവാൻ പോണത്? അടുത്ത വരി വളരെ പ്രധാനമാണ്. പാപം ഏവ ആശ്രയേത്, ഞങ്ങൾക്ക് പാപം തന്നെ കിട്ടും കൊന്നാല്. അർജുനൻ തന്നെ ഇതല്ല യമന്റെ ജോലിയൊക്കെ ചെയ്തു, ചിത്രഗുപ്തന്റെ ഒക്കെ. ഇത് പറഞ്ഞു കൊടുക്കണം കൂടെ ആരോടാന്നും കൂടെ ആലോചിച്ചോളണം. കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ പോവാണേ. ഇതൊക്കെ ചെറുപ്പത്തില് മൂന്ന് പ്രസവിച്ചതിന്റെ 3-ാം ദിവസം പൂതനെ ശരിയാക്കിയിട്ട് വന്ന ആളാണ്. ഇനി വന്ന് മര്യാദയ്ക്ക് ഇരിക്കേണ്ട അമ്മാവനെ ശരിപ്പെടുത്തിട്ട് വന്ന് നിൽക്കുന്ന ആളോടാണ് സ്വന്തക്കാരന്റെ ബന്ധുക്കാരന്റെ കാര്യം പറയണത്. മാത്രല്ല, സതീർത്ഥന്റെ കണ്ണീര് കണ്ട് കരഞ്ഞ ഒരുത്തനാണ് ഈ കൃഷ്ണൻ. ഗോവസ്തുകൾക്ക് വേണ്ടി തനിക്കുള്ള സമത്വം സമർപ്പിച്ച ആളാണ്. കാരുണ്യത്തിന്റെ കടലുമാണ്, ധർമ്മത്തിന്റെ ധീരനുമാണ്. കഠിനരുടെ മുമ്പിൽ ഷഠനോട് ഷാഠ്യം കാണിക്കുന്നവനാണ് കൃഷ്ണൻ. ആശ്രയിക്കുന്നതിന്റെ മുമ്പിൽ വെണ്ണ പോലെ ഒഴുകുന്നവനാണ്. അവിടെയാണ് വേദാന്ത അദ്ദേഹം പഠിപ്പിക്കാൻ പോണേ. പാപം ഏവ ആശ്രയേത് അസ്മാ,
അസ്മാൻ ഞങ്ങളെ പാപമേവാശ്രയം, ഞങ്ങളെ പാപം തന്നെ പിടിക്കും. ഹത്വാ ഏതാൻ ഇവരെ, ഹത്വാ കൊന്നാൽ ഏതാൻ ഇവരെ കൊന്നാല് അവരുടെ വിശേഷമാണ് ആതതായിനഹ. ആതതായികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപം ഉണ്ടാവും. ആതതായികളാണെങ്കിൽ പോലും എന്നർത്ഥം. അപ്പൊ എന്താ ആതതായി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആതതായിക്കൊരു സ്മൃതി പറയും. അഗ്നിദോ ശരദശ്ചൈവ ശസ്ത്രപാണിർധനാപകഃ ക്ഷേത്ര ധാരാപഹർത്താജ ഷഡേതേ ഹി ആതതായിനഃ. ഈ 6 പേര് ആതതായികള്. ആരാ? അഗ്നി, വിഷം, ശരം എന്ന് പറഞ്ഞ ആയുധം എന്ന് വിചാരിച്ചോളൂ, ഭൂമി മോഷ്ടിക്കുക, അതിര് മാന്തുക എന്നൊക്കെ പറയില്ലേ, ഭൂമി മോഷ്ടിക്കുക, ധനം അപഹരിക്കുക, പണം മോഷ്ടിക്കുക, നമ്മുടെ ഒരാള്, ഭാര്യയെ അപഹരിക്കുക. ഈ 6 പാപങ്ങൾ ചെയ്യുന്നവന് ഒറ്റപ്പേര് പറയണതാണ് ആതതായി. അഗ്നി കൊണ്ട് കൊല്ലുക, അഗ്നി കൊണ്ട് ഉപദ്രവിക്കണവൻ, വിഷം കൊടുക്കണവൻ, ശരം ആയുധം കൊണ്ട് കൊല്ലുന്നവൻ, ഭൂമി അപഹരിക്കണവൻ, ധനം അപഹരിക്കുന്നവൻ, ഭാര്യ അപഹരിക്കുന്നവൻ, ഇവര് ആതതായി. ഈ ആതതായികളെ എന്ത് ചെയ്യണം എന്നാ സ്മൃതി പറയണേന്നറിയാവോ? ആതതായിനമായാന്തം ഹന്യാദേവ വിചാരയൻ ന ആതതായി വധേ ദോഷോ ഹന്തുർഭവതി കശ്ചന. ആതതായിയായ ഒരുവനെ കണ്ടാൽ അവനെ വധിക്കാം, അതിൽ പാപമില്ല. വധിച്ചില്ലെങ്കിലാണ് പാപം. അവനെ വിചാരണ പോലും ചെയ്യണ്ട. പെരക്ക് തീ വയ്ക്കാൻ ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലാനായിട്ട് ഇനി ആലോചിക്കണം. അവനെ അങ്ങോട്ട് കൊന്നേക്കാനാ പറയണേ. നമ്മുടെ പഴയ സ്മൃതി, പഴയ നിയമമാണ് പറയുന്നത്. ഇവിടെ എപ്പോഴും പറയൂല, നമ്മുടെ നിയമത്തിലുണ്ടെന്ന് പറയപ്പെടുന്ന ആത്മരക്ഷാർത്ഥം ഒരുത്തനെ വധിച്ചിട്ടുണ്ടെങ്കിൽ ആ വധശിക്ഷ, ആ വധത്തിന് വധശിക്ഷ നമുക്കിടെ പേരിൽ ഉണ്ടാവില്ല. എന്താ? ആത്മനോ മോക്ഷാർത്ഥം, എന്റെ ആത്മാവ്, എന്റെ മോക്ഷത്തല്ല, ഞാൻ വധിക്കപ്പെടും എന്നുള്ള ഭയം വന്നപ്പോ ഞാൻ ചെയ്താല്, ആത്മരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് ഒരാളെ എന്ത് ചെയ്യാം? എന്ത് ചെയ്യാൻ? അവസാനത്താണല്ലോ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്. അപ്പൊ ഇനി നോക്കാം. അഗ്നി അരക്കില്ലത്തിലിട്ട് ചുട്ടുകരിക്കാൻ നോക്കിയതല്ലേ, കഥ അറിയാലോ. ആ പാപവും അവർ ചെയ്തിട്ടുണ്ട്. വിഷം, ഭീമന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയാണ് ചെറുപ്പത്തില്. ഈ ശരം, വിരാട രാജധാനിയിൽ വെച്ച് ഈ അജ്ഞാതവാസം ഇവരെ പൊക്കാൻ കൊണ്ട് ഒരു സൈന്യമായിട്ടാണ് അവർ വന്നത്, ആയുധപാണിയായിട്ട് വന്നത്. ഭൂമി മൂട്ടിച്ചില്ലേ? മൂട്ടിക്കല്ലായിരുന്നോ കള്ളച്ചൂതുകളിലൂടെ? ധനം, അവരുടെ ഇന്ദ്രപ്രസ്ഥം മൊത്തം അടിച്ചു മാറ്റിയില്ലേ? ഭാര്യ, വനവാസവേളയില് പാഞ്ചാലിയെ മോഷ്ടിച്ചുകൊണ്ടാണ് ജയരഥൻ ശ്രമിക്കുന്നുണ്ട്. കഥയൊക്കെ അറിയാൻ വിചാരിക്കണം. അപ്പൊ ഇതിൽ ഒരു തെറ്റ് ചെയ്താൽ മതി, പിന്നെ അവന് ജീവിക്കാൻ അർഹതയില്ല. ഈ 6 തെറ്റും ചെയ്തവരാണ് ഇവരൊക്കെ. ഇത് ആരാ പറഞ്ഞ? അർജുനൻ പറയാണ്. ഈ ആതതായികൾ ഈ 6 മഹാഭാവം ചെയ്തവരാണെങ്കിൽ കൂടി ഇവരെ കൊല്ലാൻ ഞാൻ ശ്രമിക്കില്ല. ഒരു ക്ഷത്രിയൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ്. നമ്മുടെ സ്വന്തക്കാരായതുകൊണ്ട് അവനെ കസേര കയറ്റിയിരുത്തേക്കാം, പാടില്ല. അവന് യോഗ്യത ഇല്ലാതെ എനിക്കറിയാം, എന്നാലും നമ്മുടെ നാട്ടുകാരനായി പോയില്ലേ, പാടില്ല. അധർമ്മമാണ്, കൊടിയ അധർമ്മമാണ്. അർജുനൻ ക്ഷത്രിയനാണ്. അർജുനന്റെ ബാഹുവീര്യം ഈശ്വരനും രാജ്യവും അവന് സമ്മാനിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, അർജുന് ചെയ്യാനുള്ള എനിക്ക് രാജ്യം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ നേരത്തെ പോണായിരുന്നു. ഇതല്ലേ ഇപ്പൊ അർജുനൻ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-ാം തീയതി പോകും പറയാം, അർജുനൻ പോണേ പരുവതാന്ന് കാണിച്ചു തരും ഭഗവാൻ. അപ്പം സ്വധർമ്മത്തിന് വിമുഖത കാണിക്കുന്ന ഒരാള് നേതാവായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് ഇങ്ങനെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഓർമ്മയുണ്ടെങ്കിൽ പറയാം. സഞ്ജയൻ വന്ന വനവാസകാലത്ത് ഈ യുദ്ധം നടത്തരുതേ, എല്ലാവർക്കും അപകടം ഉണ്ടാവൂലേ എന്ന്
യുധിഷ്ഠിരനോട് ധൃതരാഷ്ട്രയുടെ സന്ദേശം പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞ അതേ വാദഗതികളാണെന്ന് അർജുനൻ നിലനിർത്തുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് വേണ്ടാത്ത എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ പോവുകയും ചില സമയത്ത് പുറത്തു വരികയും ചെയ്യും. അതാണ് TV ആയിട്ട് സീരിയലൊന്നും കാണണ്ടെന്ന് പറയുന്നത്. നമ്മൾ അന്നേരം എൻജോയ് ചെയ്യും, അതിൻ്റെ അകത്ത് വേണ്ടാത്തൊക്കെ അകത്ത് കിടക്കും. നമുക്ക് ഗതികേട് വരുമ്പോൾ ഇത് നമ്മുടെ വാക്കായിട്ട് പുറത്തു വരും. ഇത്ര സ്വാധീനമുണ്ട് നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ. അവിടെ പറയുന്നുണ്ട് സഞ്ജയൻ, സയേവാഭിഷ്ടതമഹ യക്കുര്യാത് കുലനാശനം. സ്വന്തം കുലത്തെ മുടിപ്പിക്കുന്നത് പോലെ മഹാപരാധം വേറെ ഇല്ലാന്ന് ധൃതരാഷ്ട്രം പറഞ്ഞിട്ട വാക്ക് ഇദ്ദേഹത്തിന് ഉള്ളിൽ കിടപ്പുണ്ട്. അത് വെച്ചാണ് ഈ പറയണേ ആദതായിയാണ് ഞാൻ ഇവനെ കൊല്ലില്ല എന്ന്. അന്ന് കേൾക്കാതെ കേട്ട വാക്ക്. മനസ്സിലായല്ലോ? അപ്പൊ അർജുനന്റെ വാദഗതി ഇങ്ങനെ മുന്നേറുകയാണ്. അപ്പൊ അടുത്ത ശ്ലോകം വരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 2 ക്ലാസ് കൂടി 1-ാം അധ്യായം തീർക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. കായേന വാചാ മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നമസ്തേ സാർ. എല്ലാവർക്കും നമസ്കാരം.